ആഘോഷവേളകളിൽ കുടുംബവുമൊത്ത് സന്തോഷിക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകൾ ഒരുങ്ങിക്കഴിഞ്ഞു. ഫൺ സിറ്റി പാർക്ക് വണ്ടൂർ നിയർ ബസ് സ്റ്റാൻഡ്. CBSE സിലബസിൽ അധിഷ്ഠിതമായ പഠനരീതികൾ. വിദ്യാർത്ഥികളുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് pre-KG, LKG ക്ലാസ് മുതൽ 12 വരെ അവർക്ക് വേണ്ട എല്ലാ പരിശീലനങ്ങളും നൽകുന്നു. ഓട്ടൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ അഫിലിയേറ്റഡ് ടു CBSE ന്യൂഡൽഹി, വണ്ടൂർ. ഓൺലൈൻ പർച്ചേസ് പ്ലാറ്റ്ഫോം മാതൃകയിൽ ലഹരിമരുന്ന് കച്ചവടം നടത്തിയ സംഘത്തിന് വണ്ടൂർ എക്സൈസ് സംഘം പൂട്ടിട്ടു. ന്യൂജൻ ലഹരി ഉപഭോക്താക്കളെ നിരീക്ഷിച്ചും മൊബൈൽ ഫോണുകൾ പരിശോധിച്ചും നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ വണ്ടൂരിലും തിരൂരിലുമായി അറസ്റ്റിലായത്. മലപ്പുറം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം വണ്ടൂർ എക്സൈസ് ഇൻസ്പെക്ടർ N. നൌഫലിന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് സംഘം വലയിലായത്. മുൻകാല ലഹരി വിൽപ്പനക്കാർ പലരും സജീവമല്ലെങ്കിലും യുവാക്കൾക്കിടയിൽ കഞ്ചാവ് അടക്കമുള്ള ലഹരികൾ എത്തിച്ചേരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയാണ് എക്സൈസ് വല വിരിച്ചത്. വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് വഴി ലഹരിമരുന്ന് ആവശ്യപ്പെടുമ്പോൾ ഉടൻ ലഭിക്കുന്ന സംവിധാനവുമായി ട്രഷർ ഹണ്ട് മാതൃകയിൽ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കിറങ്ങിയ യുവാക്കളാണ് പിടിയിലായത്. മയക്കുമരുന്ന് ഉപഭോക്താക്കൾ QR കോഡിൽ ആവശ്യാനുസരണമുള്ള പണം അയച്ചതിന്റെ സ്ക്രീൻഷോട്ട് അയച്ചു നൽകുമ്പോൾ ഇതേ വാട്സ്ആപ്പ് നമ്പറിൽ കാത്തുനിൽക്കേണ്ട സ്ഥലവും സമയവും അറിയിക്കുന്നു. കൃത്യസമയത്ത് തന്നെ പറഞ്ഞ അളവിലുള്ള മയക്കുമരുന്ന് എത്തിച്ചു നൽകുകയും ചെയ്യുന്നു. ആർക്കാണോ പണം അയച്ചു കൊടുത്തതെന്നോ ആരാണോ മയക്കുമരുന്ന് എത്തിച്ചു നൽകുന്നതെന്നോ ഉപഭോക്താക്കൾക്ക് ഒരറിവുമില്ല. വിക്രം സിനിമയിലെ റോളക്സ് എന്ന വില്ലൻ കഥാപാത്രത്തിന്റെ വിളിപ്പേരിലാണ് ഈ നമ്പർ ഉപഭോക്താക്കൾക്കിടയിൽ അറിയപ്പെട്ടിരുന്നത്. ഇതര സംസ്ഥാന തൊഴിലാളികളുടെയും മറ്റും പേരിലുള്ള മൊബൈൽ ഫോൺ നമ്പറുകൾ ഉപയോഗിച്ചാണ് ഇവർ ഇത്തരത്തിലുള്ള ഇടപാടുകൾ നടത്തുന്നത്. കാളികാവ്, കരുവാരക്കുണ്ട്, പാണ്ടിക്കാട്, നിലമ്പൂർ, വണ്ടൂർ മേഖലകളിൽ വ്യാപകമായി ന്യൂജൻ ഉപഭോക്താക്കൾക്ക് സംഘം മയക്കുമരുന്ന് വിൽപ്പന നടത്തിവരികയായിരുന്നു. വണ്ടൂർ ഭാഗത്ത് ഓർഡർ പ്രകാരം കഞ്ചാവ് വിതരണത്തിനെത്തിയ ഗൂഡല്ലൂർ നെൽക്കോട്ട സ്വദേശി നൂർമഹൽ വീട്ടിൽ നൌഫൽ അബൂബക്കറിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിൽ നിന്നാണ് തിരൂർ തലക്കാട് പുല്ലൂരിലുള്ള വാടക ക്വാർട്ടേഴ്സിലാണ് കഞ്ചാവ് സൂക്ഷിച്ചിട്ടുള്ളതെന്നും മറ്റു സംഘാംഗങ്ങൾ അവിടെയിരുന്നാണ് ഇവിടെയുള്ള ഉപഭോക്താക്കളെ ഡീൽ ചെയ്യുന്നതെന്നും മനസ്സിലാക്കി. തുടർന്ന് കാളികാവ് റേഞ്ച് എക്സൈസ് സംഘം പുലർച്ചെ തിരൂരിലെ വാടക ക്വാർട്ടേഴ്സിലെത്തി. സംഘത്തിലെ റോളക്സ് വാട്സ്ആപ്പ് കൈകാര്യം ചെയ്യുന്ന എടക്കര സ്വദേശി പുതുവായി വീട്ടിൽ വിഷ്ണുവിനെ അറസ്റ്റ് ചെയ്യുകയും 5 കിലോ കഞ്ചാവ് കണ്ടെടുക്കുകയും ചെയ്തു. സംഘത്തിലെ മയക്കുമരുന്ന് എത്തിക്കുകയും പണമിടപാട് നടത്തുകയും ചെയ്തിരുന്ന തൊടുപുഴ സ്വദേശി രാഹുൽ എന്ന സനീഷ് ഇതിനിടെ രക്ഷപ്പെട്ടു. ഇവർ ഉപയോഗിച്ചിരുന്ന സ്കൂട്ടർ, മൊബൈൽ ഫോണുകൾ, ബാങ്ക് അക്കൌണ്ട്, പാസ്ബുക്കുകൾ എന്നിവയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ണൂർ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് ഇതേ രീതിയിൽ ഡ്രോപ്പിംഗ് സംവിധാനത്തിലൂടെ MDMA വിൽപ്പന നടത്തിയ ഒരു സംഘത്തെ പിടികൂടിയിരുന്നു. മയക്കുമരുന്ന് വിൽപ്പനയ്ക്ക് ഏത് മാർഗങ്ങൾ സ്വീകരിച്ചാലും പിടിക്കപ്പെടുമെന്ന സന്ദേശമാണ് ഇവരുടെ അറസ്റ്റോടെ നൽകുന്നതെന്നും കൂടുതൽ അന്വേഷണങ്ങൾ നടത്തി വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നും എക്സൈസ് ഇൻസ്പെക്ടർ N. നൌഫൽ അറിയിച്ചു. കാളികാവ് എക്സൈസ് റേഞ്ച് ഓഫീസിലെ ഗ്രേഡ് പ്രിവന്റീവ് ഓഫീസറും ഉത്തരമേഖലാ കമ്മീഷണർ സ്ക്വാഡ് അംഗവുമായ KS അരുൺകുമാർ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ KV വിപിൻ, മുഹമ്മദ് അഫ്സൽ, സവാദ് നാലകത്ത് എന്നിവരടങ്ങുന്ന സംഘമാണ് അന്വേഷണം നടത്തി പ്രതികളെ പിടികൂടിയത്. ഈസ്റ്റ് ലൈവ്, വണ്ടൂർ. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vandoor. Arrivals Men Apparels near Town Square, Vandoor.